ഹലോ ഗൈസ്, ജൂണിൽ കുറേ ഫോൺസ് വരുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജൂൺ ആദ്യം വരെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പാക്റ്റ് ഫോണാണ്. ഫസ്റ്റ് വീക്ക് തന്നെ വരും. ജൂൺ 5-ാം തീയതിയാണ് ലോഞ്ച് വേണ്ടി വെച്ചേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കോമ്പാക്റ്റ് ഫോണുകൾ ഇഷ്ടമാണ്. അപ്പോൾ ഇനി കോമ്പാക്റ്റ് ഫോണുകൾ സാംസങ്ങും ആപ്പിളും ഒഴിച്ച് മറ്റു കമ്പനികൾ ഇനി കൊണ്ടുവരികയാണ്. അതിൽ OnePlus ആണ് കൊണ്ടുവരുന്നത്. OnePlus 13S എന്ന് പറഞ്ഞ ഫോണാണ്. ഒരു 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതൊരു കോമ്പാക്റ്റ് ഫോൺ എന്ന് പറയാൻ പലരും പറയും 6.1 ഇഞ്ചൊക്കെ അല്ലേ കോമ്പാക്റ്റ്, അങ്ങനെ പല രീതിയിൽ വരും. 6.3 ഇഞ്ചിൻ്റെ കോമ്പാക്റ്റ് ഫോണാണ് ഇത് വരുന്നത്. 1.5K റെസൊല്യൂഷൻ്റെ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 2000 നിക്സ് മണ്ടയ്ക്ക് തന്നെ ബ്രൈറ്റ്നസ് പോവും. പീക്ക് ബ്രൈറ്റ്നസ് അത് HDR-ലാണ് 1800-2000 നിക്സോളം കിട്ടും നമുക്ക് അല്ലാത്ത യൂസേജിൽ. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്, അൾട്രാസോണിക് അല്ല വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ആയിട്ടുള്ള 8 ഇലൈറ്റ് പ്രോസസർ ആണ് വരുന്നത്. പിന്നെ ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമ്പാക്റ്റ് ഫോണിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബാറ്ററി ലൈഫ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. 6000 mAh ബാറ്ററിയാണ് വരുന്നത്. വിത്ത് 80 വാട്ടിന്റെ വൂക്ക് ചാർജുമായിട്ട് വരുന്നുണ്ട്. പെർഫോമൻസിലാണ് കിങ് 8 ഇലൈറ്റിന്റെ പ്രോസസറുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസുമായിട്ടാണ് വരുന്നത് ഫോൺ. അത്യാവശ്യം നല്ലൊരു ഫോൺ. ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 50 മെഗാ പിക്സലിന്റെ ക്യാമറയായിട്ടാണ് വരുന്നത്, മെയിൻ സെൻസർ. മൊത്തത്തിൽ സ്പെക്സ് നോക്കുവാണെങ്കിൽ ഒരു അടിപൊളി കോമ്പാക്റ്റ് ഫോണാണ്. വരുമ്പോൾ നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കൂടുതലായിട്ട് പറയാം. കണ്ടു നോക്കുക. ഇപ്പോഴത്തെ ട്രെൻഡ് ആക്ഷൻ ബട്ടണും ഒക്കെ ആയിട്ടാണ് വരുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ആ ഒരു ബട്ടണിൽ. ഏടെ ഫീച്ചേഴ്സും കളിയും OnePlus ഒരു പടി മുന്നിലോട്ട് വരാൻ പോവാം. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ ഒപ്പോയുടെ ഫോണാണ്. ഒപ്പോ ആരാധകർക്ക് വേണ്ടിയുള്ള ഫോണാണ്. ഒപ്പോ ഓൾറെഡി ഒരു ഫോൺ ബഡ്ജറ്റ് സെഗ്മെന്റ് 20,000 താഴേക്ക് ഞെട്ടിച്ചേർന്ന് K30. അതിന്റെ എക്സ് വേർഷൻ വരുന്നുണ്ട്, K13X എന്ന് പറഞ്ഞ ഫോൺ. അത് ഈ മാസം ജൂൺ മിഡിലായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6.7 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് ഉൾപ്പെടെ വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ. 6GB 8GB റാമിൽ കാണും. 12GB 256GB കാണും. UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. 48 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ. 2 MB ഡെപ്ത് എന്തിനാണെന്ന് എനിക്കറിയില്ല, അത് എന്തായാലും ഉണ്ട്. ഒരു ഗിമിക്കായിട്ട് സെക്കൻഡ് ക്യാമറ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട്. പിന്നെ സെൽഫി ക്യാമറ നമുക്ക് ഇപ്പോൾ പറയാനായിട്ടില്ല. പിന്നെ ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 5000 mAh ബാറ്ററി, ഒരു 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 15-ലാണ് വരുന്നത്. കളർ വോയിസ് വരുന്നുണ്ട്. SoC നമുക്ക് ഇപ്പോഴും അൺനോൺ ആണ്, പറഞ്ഞിട്ടില്ല. ഏകദേശം ഡൈമൻസിറ്റിയുടെ 7300 ഇപ്പോൾ ഓൾറെഡി 6S Gen 3 വെച്ചിട്ടുണ്ടായിരുന്നു, 6S Gen 4 വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒപ്പോയുടെ 20,000 അണ്ടറിലെ ഫോൺ. ഇതിലും എന്തായാലും അത് തന്നെ വെക്കുമോ, അതിന് മണ്ടയ്ക്ക് വെക്കുമോ, നമുക്ക് വരുമ്പോൾ നോക്കാം. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ OnePlus ആരാധകർക്ക് അടുത്തൊരു ഫോണാണ് നോട്ട് CE5 ഫോൺ. 6.7 ഇഞ്ച് വരുന്ന ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. ഒരു AMOLED ഡിസ്പ്ലേ, LTPA പാനലല്ല, AMOLED ഡിസ്പ്ലേ. ഒരു MediaTekന്റെ 8350 എന്ന് പറഞ്ഞ പ്രോസസ്സറുമായിട്ടാണ് വരുന്നത്. 8GB റാം, LPDDR5X റാം, UFS 4.0 വരുന്നുണ്ട് ഈ ഒരു സെഗ്മെന്റിൽ. പിന്നെ 50 MB ഒരു മെയിൻ ക്യാമറ, 8 MB ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, ഒരു 16 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. 7100 mAh ബാറ്ററി ആയിട്ടാണ് വരുന്നത്. പിന്നെ 80 വാട്ടിന്റെ വയർഡ് ചാർജുമാണ് വരുന്നത്. അത്യാവശ്യം ഒരു 25,000 അണ്ടറിലാണ് ഇത് വരാൻ പോകുന്നത്. ഇത് മിഡ് ജൂണിലാണ് വരാൻ പോകുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 25,000 അണ്ടറിലാണ് വരാൻ. നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ ഫോൺ സ്പെക്സ് വൈസ് നല്ലൊരു ഫോണാണ്. UFS 4.0 വരുന്നുണ്ട്, ലേറ്റസ്റ്റ് സ്പെക്സും DDR5X റാമും വരുന്നുണ്ട്. അപ്പോൾ ഫോൺ ഒരിക്കലും ഒരു 3 വർഷത്തേക്ക് സ്ലോ ആവത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്ന ഒരു നല്ല ഫോൺ. ക്യാമറ 8 MB എന്തിനു കൊടുക്കുന്നു എന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ ഒരു ഗിമിക്കാണ് 8 MB എന്ന് പറഞ്ഞ ക്യാമറ, അല്ലെങ്കിൽ ഒരു 2 MB ഡെപ്ത് സെൻസറോ 2 MB മാക്രോയോ എന്തായാലും വരുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഡൈമൻസിറ്റിയുടെ A350 എന്ന് പറഞ്ഞ പ്രോസറായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഓൾറെഡി മോട്ടോ എഡ്ജ് 60 പ്രോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രൈസ് റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി ഈ ഫോണിന്. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ മോട്ടറോളയുടെ അടുത്തൊരു ഫോണോട് വരുന്നത്. മോട്ടറോള ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഒരു ഫോൺ ലോഞ്ച് ചെയ്ത്, 2 ഫോണുകൾ ലോഞ്ച് ചെയ്ത്, 3 ഫോണുകൾ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്ത്. 60 സ്റ്റൈലസ്, 60 നിയോ എന്ന് പറഞ്ഞൊരു ഫോണുകൾ ലോഞ്ച് ചെയ്തായിരുന്നു. ഈ പ്രാവശ്യം അതിൻ്റെ ഒരു ഇടയ്ക്ക് വരുന്നൊരു ഫോണാണ്. പ്രൈസിങ് ഏകദേശം സിമിലർ ആണ് വരുന്നത്. നമ്മുടെ മോട്ടോയുടെ എഡ്ജ് 60 എന്ന് പറഞ്ഞ ഫോണാണ് വരാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ സ്പെക്സ് നോക്കാം. 6.7 ഇഞ്ചിൻ്റെ ഒരു 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. ഒരു ക്വാഡ് കർവ് AMOLED ഡിസ്പ്ലേ ആണ്. LTPA പാനലാണ് വരുന്നത്. SoC എന്ന് പറഞ്ഞാൽ ഒരു 7300 ഡയമൻസിറ്റിയുടെ 7300 ആണ് വരുന്നത്. IP69 റേറ്റിംഗ് ഉണ്ട്. 8GB 128GB ആണ് വരുന്നത്. 256GB ഉണ്ട്. 8GB റാം, DDR-ന്റെ 4X റാമാണ് വരുന്നത്. UFS സ്റ്റോറേജ് സ്പെസിഫൈഡ് അല്ല, നമുക്ക് വരുമ്പോൾ നോക്കാം. പിന്നെ ക്യാമറ എന്ന് പറഞ്ഞൊരു 50 MB ക്യാമറയാണ്. 50 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. ഒരു 10 MB ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. ഈ സെഗ്മെന്റിൽ അങ്ങനെ 3 ക്യാമറ കൊടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാമറ വരുന്നുണ്ട്. ഇത് ഇച്ചിരി പ്രൈസിങ് കൂടുതലായിരിക്കും, 25,000 റേഞ്ചിൽ വരും. ടെലിഫോട്ടോ ക്യാമറ, 50 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. ബാറ്ററി എന്ന് പറഞ്ഞാൽ 5200 mAh ബാറ്ററിയാണ് വരുന്നത്. ഒരു 68 വാട്ടിന്റെ ചാർജറും വരുന്നുണ്ട്. ഏകദേശം പ്രൈസ് 25,000 അണ്ടറിലാണ് വരാൻ പോകുന്നത്. ഡയമൻസിറ്റിയുടെ 7300 ഇച്ചിരി പഴയതായിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് വരുമ്പോൾ അതും നോക്കാം. പോക്കോ ഫാൻസ് ഉണ്ടെങ്കിൽ കുറേ പേര് ചോദിക്കുന്ന പോക്കോയുടെ F7 എപ്പോൾ
വരും എന്നുള്ളത്. നമുക്ക് പോക്കോയുടെ F7 വരുന്നുണ്ട്, മിഡ് ജൂണിൽ വരും. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 6.83 ഇഞ്ചിന്റെ ഡിസ്പ്ലേ, 1.5K റെസൊല്യൂഷന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED. SoC എന്ന് പറഞ്ഞാൽ നമുക്ക് 8s Gen 4 പ്രോസസ്സറാണ് വരുന്നത്. കാരണം ഈ ഒരു സെഗ്മെന്റിൽ 8s Gen 4 പ്രോസസ്സർ വരുന്ന ഒരു ഫോണാണ്. IP69 റേറ്റിംഗ് ഉണ്ട്. 8s Gen 4 എന്ന് പറഞ്ഞ പ്രോസസ്സർ ഇപ്പൊ ഈ ഇടയ്ക്ക് നമ്മുടെ ഇപ്പൊ ലോഞ്ച് ചെയ്ത iQന്റെ 10 എന്ന് പറഞ്ഞ ഫോണിലുണ്ട്. അത് 31 റേഞ്ചിലാണ് വരുന്നത്, 31,999. അതിന്റെ കൂടെ മത്സരിക്കാൻ പോക്കോയുടെ ഫോൺ വരുന്നുണ്ട്, പോക്കോ F7. അതൊരു ഗെയിമിംഗ് ഓറിയന്റഡ് ഫോണാണ്. അപ്പൊ ഈ പ്രോസസ്സർ വെച്ച് ഇനി കുറെ ഫോണുകൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. 8GB 128GB സ്റ്റോറേജ് ആണ് വരുന്നത്. LPDDR5X റാം, 256GB സ്റ്റോറേജ് ഉണ്ട്, 512GB UFS 4.1 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ ഒരു 50 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസർ, ഒരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ, ഒരു 20 MB സെൽഫി ക്യാമറയാണ് വരുന്നത്. 7550 mAh ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ടിന്റെ ചാർജർ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 15 വരുന്നത്. HyperOS 2.0 വരുന്നത്. എന്തായാലും ഈ ഫോണിന്റെ പ്രൈസ് നമ്മുടെ iQ Neo 10ന്റെ കൂടാണ് ഞാൻ പറയുന്നത്. ഈ ഫോണിന്റെ പ്രൈസ് വരുന്നത് iQ Neo 10ന്റെ കൂടെ മത്സരിക്കാനാണ്. 30,999 എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. നമുക്ക് എന്തായാലും വരുമ്പോൾ നോക്കാം. ക്യാമറയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നുന്നു. കാരണം ഇതേ ക്യാമറ തന്നെയാണ് നമ്മൾ ഇത് iQ Neo 10ലും വരുന്നത്. ഇത് ഏത് പ്രൈസ് റേഞ്ച് കൊണ്ടുപോയിട്ട് നോക്കാം. ഓൾമോസ്റ്റ് സ്പെക്സ് ഒക്കെ സിമിലർ ആണ്. പക്ഷേ 7550 mAh ബാറ്ററി ഉണ്ട്. അപ്പോൾ ബാറ്ററിയിൽ ഇതാണ് കിങ് വരുന്നത്. ഫോട്ടോ എന്തായാലും നമുക്ക് കമ്പാരിസൺ വീഡിയോ ഒക്കെ ചെയ്യാം, വരുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടുത്ത OnePlus ഫോണും ജൂണിൽ തന്നെ വരുന്നുണ്ട്. OnePlusന്റെ Nord 5 ആണ് വരുന്നത്. ഇതും Nord CE ഒക്കെ ഒരുമിച്ചായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. ഒരു 6.7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. പിന്നെ 1.5K റെസൊല്യൂഷൻ, ഒരു 120 Hz AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ പ്രോസസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MediaTekന്റെ ലേറ്റസ്റ്റ് പ്രോസസ്സറായിട്ടുള്ള 9400E ആണ്. ഇപ്പോൾ ഓൾറെഡി റിയൽമിയുടെ ഫോൺസിൽ വന്നിട്ടുണ്ട്. റിയൽമി GT7 അത് വന്നിട്ടുണ്ട്. 9400D അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. നമുക്ക് ഈ കോമ്പറ്റീഷനിൽ വരുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോസസ്സറാണ്. പിന്നെ 8GB റാം ഉണ്ട്, 12GB റാമിൽ ഉണ്ട്, DDR5X റാം, 256GB ഉണ്ട്, 512GB ഉണ്ട്, UFS 4.0 ഉണ്ട്. നല്ലൊരു കാര്യം. 50 MB മെയിൻ ക്യാമറ, ഒരു 8 MB ക്യാമറ, അൾട്രാ വൈഡ് ആംഗിളാണ് വരുന്നത്. പിന്നെ നമുക്കൊരു 16 MB ക്യാമറ ആയിരിക്കും സെൽഫി വരാൻ പോകുന്നത് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നു. 5500 mAh ബാറ്ററി, ഒരു 100 വാട്ടിന്റെ ചാർജറാണ് വരാൻ പോകുന്നത്. ആൻഡ്രോയിഡ് 15 ഓക്സിജൻ OS 15 വരാൻ പോകുന്നത്. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 30,000 എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് മിഡ് ഓഫ് ജൂണിലേക്ക് ഇത് ഇറങ്ങാൻ പോകുന്നത്. നമുക്ക് ഇങ്ങനെ ഉണ്ടെന്ന് വരുമ്പോൾ നോക്കാം. കാരണം അത്യാവശ്യം സ്പെക്സ് ഒക്കെ കൊള്ളാം. ചവർ കണക്കിന് ഫോണുകൾ ഇറങ്ങുന്നുണ്ട്. എന്തായാലും OnePlus ആരാധകർക്ക് ആർട്സ് ഇല്ലാത്തൊരു ഫോൺ നമുക്ക് കിട്ടും. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ ഒപ്പോയുടെ ഫോണാണ്. ഒപ്പോയുടെ K13 ടർബോ ആണ് വരുന്നത്. 13 സീരീസിൽ ഒത്തിരി ഫോൺസ് അവർ ഇറക്കുന്നു. 13X അങ്ങനെ പല ഫോൺസ് ഉണ്ട്. ഇത് 13 ടർബോ ആണ് വരുന്നത്. ഒപ്പോ എന്തായാലും ഒരു പടി ചവിട്ടുവാണ്. കാരണം നല്ല സ്പെക്സുമായിട്ടാണ് ഒപ്പോ ഈ വർഷം വരുന്നുണ്ട്. കുറേ ഫോൺസ് നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ട്. ഒരു 6.7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. ഒരു 1.5K റെസൊല്യൂഷന്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 8s Gen 4 പ്രോസസ്സർ വരുന്നുണ്ട്. അപ്പോൾ 8GB റാം, 12GB റാമിൽ വരുന്നുണ്ട്. DDR5X റാം ആണ് വരുന്നത്. UFS 4.0 വരുന്നുണ്ട്. നമുക്ക് ഇവിടെ 256GB 512GB അവൈലബിൾ ആണ്. ഒരു 50 MB മെയിൻ ക്യാമറ, 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, ഒരു 2 MB ഡെപ്ത് സെൻസർ കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല. പിന്നെ നമുക്ക് ഒരു സെൽഫി ക്യാമറ പറഞ്ഞിട്ടില്ല ഏതാണ്. ബാറ്ററി വരുമ്പോൾ നമുക്ക് നോക്കാം. 7300 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. 100 വാട്ടിന്റെ ചാർജർ, ആൻഡ്രോയിഡ് 15, ColorOS 15 വരുന്നത്. ഇതിന്റെ പ്രൈസും ഞാൻ 30 താഴെയാണ് പ്രതീക്ഷിക്കുന്നത്. 30,000 അണ്ടറിൽ കൊണ്ടുവെക്കുമെന്നാണ് അവർ പറയുന്നത് ഒപ്പോ. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് വരുമ്പോൾ നോക്കാം. കാരണം ഇതും കോമ്പറ്റീഷനാണ്. 3 ഫോൺസ് ഈ കോമ്പറ്റീഷനിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇനിയും ഫോണുകൾ വരാം ഈ കോമ്പറ്റീഷനിൽ. കാരണം ഇപ്പോൾ തന്നെ പോക്കോ വന്നിട്ടുണ്ട്, റിയൽമി വന്നിട്ടുണ്ട്, പോക്കോയുടെ F7 വരുന്നുണ്ട്, ഈ കോമ്പറ്റീഷനായിട്ട് വരുന്നുണ്ട്. റിയൽമിയുടെ GT7 വരുന്നുണ്ട് ഈ ഒരു കോമ്പറ്റീഷൻ. ഓൾറെഡി iQ Neo 10 വരുന്നുണ്ട് ഈ കോമ്പറ്റീഷൻ. പ്രൈസിങ് എന്തായാലും iQ അനൗൺസ് ചെയ്തിട്ടുണ്ട് 30,999 എന്നുള്ളത്. ഇതിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് റിയൽമിയുടെ പ്രൈസും വരുന്നത്. ഇതിനെ ബേസ് ചെയ്തായിരിക്കും ഒപ്പോയുടെ പ്രൈസിങ്ങും വരുന്നത്. എന്തായാലും 30 അണ്ടറിൽ വരുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. എന്തായാലും വരുമ്പോൾ നമുക്ക് നോക്കാം. അടുത്ത ഫോണെന്ന് വെച്ചാൽ വിവോയുടെ ആണ്. ടർബോ വേർഷൻ ആണ് വരുന്നത്. ഇതും നമ്മൾ ഈ ഒരു സെഗ്മെന്റ് 6.78 ഇഞ്ചിന്റെ ഡിസ്പ്ലേ, ഒരു 1.5K റെസൊല്യൂഷന്റെ ഒരു 120 Hz ഡിസ്പ്ലേ, MediaTekന്റെ 9400E. ഈ പ്രോസസ്സറും കുറേ ഈ വർഷം കളിക്കും ഈ പ്രോസസ്സർ. കാരണം ഓൾറെഡി റിയൽമിയിൽ വന്നു. ഇത് T4 ടർബോയിൽ 9400E എന്ന് പറഞ്ഞ പ്രോസസ്സർ. DDRന്റെ 5X റാം ആണ്. UFS 4.0 ട്രിപ്പിൾ ക്യാമറ ആയിരിക്കും വരുമ്പോൾ. ഒരു 5000 mAh ബാറ്ററി, ഒരു 80 വാട്ടിന്റെ ചാർജറാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജർ, ആൻഡ്രോയിഡ് 15 വരുന്നത്. പിന്നെ
ഫൺ ടച്ച് OS 15. നമ്മൾ 40,000 ആണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40,000 അണ്ടറിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. വിവോ അല്ലേ ഓൾറെഡി പ്രൈസ് ഇച്ചിരി കൂട്ടിയിടും. വിവോ ഈ സെഗ്മെന്റിൽ കുറച്ച് പ്രൈസ് കൂട്ടി ഇടാൻ സാധ്യതയുണ്ട്. ഇത് ഒരു ഓഫ്ലൈൻ ഫോൺ ആയിരിക്കും, ഓൺലൈനിലും കിട്ടാൻ അവൈലബിൾ ആയിരിക്കും ഈ ഫോൺ. നമുക്ക് എന്തായാലും വരുമ്പോൾ നോക്കാം. അടുത്ത ഫോൺ വിവോ ആരാധകർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇറക്കുന്ന ഒരു ഫോണാണ് വിവോ X200 FE എന്ന് പറഞ്ഞ ഫോൺ. സാംസങ് ഓൾറെഡി FE സീരീസ് ഫാൻസുകാർക്ക് ഇറക്കുന്നുണ്ട്. അതുപോലെ വിവോയും തുടങ്ങുവാണ് FE സീരീസ് ഫോൺ വരുന്നുണ്ട്. X200ൽ തന്നെ നല്ലൊരു ക്യാമറ ആയിരിക്കും X200 സീരീസ്. നമുക്ക് നോക്കാം. 6.31 ഇഞ്ചിന്റെ OLED പാനലാണ് വരുന്നത്. 1.5K റെസൊല്യൂഷന്റെ ഒരു 120 Hz ഡിസ്പ്ലേ. ഇവിടെ 9400E എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. പിന്നെ മെമ്മറി എന്ന് പറഞ്ഞാൽ 12GB റാം, DDR5X റാം, 256GB 512GB കാണും. UFS 4.1 സ്റ്റോറേജ്, ഒരു 50MB മെയിൻ സെൻസർ, 8MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഒരു 50MBയുടെ ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. 50MB ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 6500 mAh ബാറ്ററി, ഒരു 90 വാട്ടിന്റെ ചാർജർ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 15ലാണ് വരുന്നത്. ഫൺ ടച്ച് OS 15, വിവോയുടെ ലേറ്റസ്റ്റ് OS. ഇത് എക്സ്പെക്ടേഷൻ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 50,000 അണ്ടറിൽ വരാൻ സാധ്യതയുണ്ട്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ പോലാണ്. X200 സീരീസിൽ വരുന്നുണ്ട്. ഇത് വിവോ ഫാൻസുകാർക്ക് അത്യാവശ്യം കുഴപ്പമില്ല. ക്യാമറ അത്യാവശ്യം കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നു. 8MB അൾട്രാ വൈഡ് ആംഗിൾ എല്ലാവരും വെക്കുന്നുണ്ട്. എന്തിനായി വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിന് പകരം എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള സെൻസർ വെച്ചുകൂടെ. കാരണം ഇത് അൾട്രാ വൈഡ് ആംഗിൾ കിട്ടും, ശരിയാണ്, ഡീറ്റെയിലിംഗ് ഇല്ല, യൂസ്ഫുൾ ആയിട്ടുള്ള ഷോട്ട്സ് അല്ല. ഒന്ന് നമുക്ക് കാണാൻ, ഒന്ന് സൂം ചെയ്യാൻ പറ്റാത്തൊരു ഷോട്ട്സ് ആണ് വരുന്നത്. ആ എടുക്കുന്ന ഷോട്ട്സ് അങ്ങനെ നല്ലതാണ്. പക്ഷെ അതൊരു നമ്മൾ വേറെ എന്തെങ്കിലോട്ടോ കമ്പ്യൂട്ടറിലോട്ടൊക്കെ മാറ്റുമ്പോൾ ഭയങ്കരമായിട്ട് ഡീറ്റെയിലിംഗ് ലോസ് വരുന്നുണ്ട്. ജൂണിൽ എന്തായാലും കാൽപ്പേ വരുന്നുണ്ട്. കാൽപ്പയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ആയിട്ടുള്ള നത്തിങ്ങിൻ്റെ ഫോൺ 3 വരുന്നുണ്ട്. എല്ലാവരും കാത്തിരിപ്പാണ്. ഭയങ്കരമായിട്ട് ഞെട്ടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. കാരണം MKBHD ഈ സ്പെക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് ഭയങ്കര കോസ്റ്റാണ് ചെയ്യാനെന്ന് പറഞ്ഞു. അവർ MKBHD എന്ന് പറഞ്ഞത് പല ഫോണിൽ നിന്നും പലതും എടുത്തിട്ട് ഒരു പെർഫെക്റ്റ് ഫോണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിൽ നിന്ന് എന്തെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കത്തില്ല. സിലിക്കൺ കാർബൺ ബാറ്ററിയെങ്കിലും കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതിൻ്റെ സ്പെക്സ് നോക്കാം. എന്തായാലും ഡിസൈനിലൊക്കെ പുതിയ ഡിസൈൻ പിടിക്കുന്നുണ്ട്. എന്തായാലും ട്രാൻസ്പെറൻറ്റ് ഡിസൈനാണ്. ഇവിടെയും ലൈറ്റ് കത്തും കേട്ടോ. ലൈറ്റ് കത്തുന്ന പരിപാടി എന്തായാലും മാറ്റുന്നില്ല ഈ പ്രാവശ്യം. ഫോൺ 3ൽ പറയാൻ പോകുന്നൊരു 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും. ഒരു 2K റെസൊല്യൂഷൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 2.5K റെസൊല്യൂഷൻ്റെ ഒരു ഡിസ്പ്ലേ ആയിരിക്കും. ഒരു 120 Hz LTPA പാനലാണ് വരുന്നത്. ഒരു അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് കാണും. ഇതൊക്കെ കാണാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം ഈ സ്പെക്സുകൾ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ 8 Gen 3 or 8 Elite ആണ് വെക്കാൻ പോകുന്നത്. എപ്പോഴും നത്തിങ് കഴിഞ്ഞ വർഷത്തെ പ്രൊസസ്സറാണ് വെക്കുന്നത്. ഈ വർഷം ഇറക്കുന്നെങ്കിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ 8 Gen 3 പ്രൊസസ്സറാണ് വെക്കുന്നത്. ഈ പ്രാവശ്യം 8 Elite വെക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും വരുമ്പോൾ നോക്കാം. ബാറ്ററി എന്തായാലും കാൽപ്പേ 6000 തെള്ളി വിടുമോയെന്ന് എനിക്കറിയില്ല. ബാറ്ററി ഒന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. എന്തായാലും സിലിക്കൺ കാർബൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററിയെങ്കിലും കാണും. ഒരു 64 വാട്ടിൻ്റെ ചാർജറെങ്കിലും കാണാൻ സാധിക്കും. നമുക്ക് ബാക്കൊക്കെ ഡിസൈൻ ഒരു 3 ക്യാമറയുടെ ഐഫോൺ രീതിയിലുള്ള ഡിസൈനാണ്. ഐഫോൺ ഇൻസ്പിറേഷനാണ് എപ്പോഴും കാൽപ്പയ്ക്ക്. അതുകൊണ്ട് എന്തായാലും ഐഫോൺ രീതിയിലുള്ള എന്തായാലും ബോക്സി ഡിസൈനാണ് വരുന്നത്. ക്യാമറ ബമ്പ് എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. ഇപ്രാവശ്യം ഐഫോണിൻ്റെ ക്യാമറയും മാറുന്നുണ്ട് കുറച്ച് രീതികൾ. അതുകൊണ്ട് ഇതിലും എന്തായാലും മാറ്റമുണ്ട്. എന്തായാലും നമുക്ക് വരുമ്പോൾ നോക്കാം. ജൂണിലാണ് വരുന്നത്. ജൂൺ മിഡിലാണ് വരുന്നത്. ഇതും എന്തായാലും കാൽപ്പേ അതിൻ്റെ ഒരു ട്വിറ്ററിൽ അതിൻ്റെ ഒരു ഇതിട്ടിട്ടുണ്ട്. ട്വിറ്ററിനകത്ത് അതിൻ്റെ ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആർക്കും അറിയാത്ത രീതിയിൽ ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ഫോൺ 3 ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും വരുമ്പോൾ നോക്കാം. സ്പെക്സുകളൊന്നും കൺഫേംഡ് അല്ല. കാൽപ്പേ ആയതുകൊണ്ട് പല രീതിയിൽ പറയാം. കാരണം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ, ഒന്ന് ഷെയർ ചെയ്ത് വിടുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.